ഡിയേഴ്സ്, കേളി പുഷ്പം നോവൽ തുടരുന്നു. മുനീർ വീണ്ടും വിളിച്ചു. രഹന ഫോൺ എടുത്തു. നേരാണോ? നിങ്ങൾക്ക് ഭാര്യയും 2 കുട്ടികളുമുണ്ടോ? രഹനയുടെ ചോദ്യം അല്പം കനത്തിലായിരുന്നു. ആരാ നിന്നോടിത് പറഞ്ഞത്? നിങ്ങളുടെ സുഹൃത്ത് സഹീർ. മോളെ, അവന് അസൂയയാണ് നിന്നെപ്പോലെ ഒരു സുന്ദരി പെണ്ണിനെ എനിക്ക് കിട്ടിയതിന്. അപ്പോൾ അവൻ പറഞ്ഞത് കളവാണോ? കളവാണ് മോളെ. രഹന നെടുവീർപ്പിട്ടു. രഹന തന്റെ റൂമിൽ ഒരു പുസ്തകവും വായിച്ചിരിക്കുകയാണ്. അവിടേക്ക് ഷഹന വന്നു. ഇന്ന് അംഗൻവാടിയിൽ പോകണ്ടേ മോളെ? ഷഹന അനിയത്തിയോട് ചോദിച്ചു. എന്റേത് കഴിഞ്ഞു ഷഹനാത്ത. 6 മാസം കഴിഞ്ഞില്ലേ? ഇനി എന്താ മോളെ? എന്തെങ്കിലും ജോലി നോക്കണം. അടുക്കളയിൽ രഹന ചോറ് വാർക്കുകയാണ്. അപ്പോൾ അവളുടെ ഫോൺ ശബ്ദിച്ചു. മുനീറാണ്. ഹായ് മുനീർക്ക. അവൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. നീ ഇപ്പോൾ എന്ത് ചെയ്യാണ്? മുനീർ ചോദിച്ചു. ഞാൻ ചോറ് വാർക്കുകയാണ്, രഹന പറഞ്ഞു. വേഗം അടുക്കളപ്പണിയൊക്കെ പഠിച്ചോ, എനിക്ക് വെച്ച് വിളമ്പി തരേണ്ടതാണ്. 6 മാസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞല്ലോ. വരും. രഹന ഒരു പ്രസ്സിൽ DTP ഓപ്പറേറ്ററായി ജോലിയിൽ പ്രവേശിച്ചു. പ്രസ് മുതലാളി ഹനീഫ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹനീഫയുടെ കൈ അവളുടെ നെഞ്ചിനു നേരെ നീണ്ടു. അവൾ അത് തട്ടിമാറ്റി. അടുത്ത നിമിഷം തന്നെ അവളുടെ വലതുകരം ഹനീഫയുടെ ഇടതു കവിളിൽ പതിഞ്ഞു. ഞായറാഴ്ച ഉച്ചഭക്ഷണം ശേഷം രഹന തന്റെ റൂമിൽ കിടക്കുകയാണ്. അപ്പോൾ അവളുടെ ഫോൺ ശബ്ദിച്ചു. നാട്ടിലെ നമ്പറാണ്. അവൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ, ആരാണ്? തുടരും. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ.